മഹാത്മാഗാന്ധി നയിച്ച ദണ്ഡി യാത്രയ്ക്ക് ഇന്ന് 95 വയസ്സ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രൗഢഗംഭീരമായ പോരാട്ടത്തിനാണ് ദണ്ഡി മാർച്ചോടെ തുടക്കമായത്. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച സത്യാഗ്രഹ യാത്ര 24 ദിവസങ്ങൾക്ക് ശേഷമാണ് നവസാരിയിലെ ദണ്ഡി കടപ്പുറത്തെത്തിയത്. സബർമതി ആശ്രമത്തിൽ നിന്നും മുഴങ്ങിയ സമരകാഹളം 24 ദിവസം പിന്നിട്ട് ദണ്ഡിയിലെത്തിയപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആകെ ഉറക്കം നഷ്ടപ്പെട്ടു. സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ വീറോടെ നടന്നെടുത്ത പ്രക്ഷോഭ ചരിത്രത്തിലെ നിർണായക അധ്യായമാണ് ദണ്ഡിയാത്ര. 78 അന്തേവാസികളുമായാണ് 384 കിലോമീറ്റർ യാത്ര ഗാന്ധിജി ആരംഭിച്ചത്. 5 മലയാളികളും ദണ്ഡിയാത്രയിൽ ഗാന്ധിജിക്കൊപ്പമുണ്ടായിരുന്നു. ഉപ്പിനുമേൽ ഭീമമായ നികുതി ചുമത്തി 1882 ബ്രിട്ടീഷ് ഭരണകൂടം പാസാക്കിയ നിയമത്തിനെതിരെയായിരുന്നു സമരം. ദണ്ഡിയാത്ര കടന്നുപോകുന്ന വഴിയിലെ ഒരുക്കങ്ങൾ സജ്ജീകരിക്കാൻ നിയോഗിക്കപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേലിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. 4 ജില്ലകളും 48 ഗ്രാമങ്ങളും പിന്നിട്ട് ഏപ്രിൽ 5 വൈകിട്ട് ഗാന്ധിജിയും സംഘവും ദണ്ഡിയിലെത്തി. അപ്പോഴേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ അവിടെ ഒഴുകിയെത്തി. നിറതോക്കുകളുമായി 100 കണക്കിന് പോലീസുകാരും അവിടെ നിലയുറപ്പിച്ചിരുന്നു. കടൽ തീരത്ത് നിന്ന് ഉപ്പ് കലർന്ന മണ്ണ് ഗാന്ധിജി വാരിയെടുത്ത് തീരത്ത് ചിറകെട്ടി കുറുക്കിയെടുത്തു. ബ്രിട്ടീഷ് നിയമലംഘനത്തിന്റെ ആഹ്ലാദം പിന്നീട് ഇന്ത്യൻ ജനത ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.